സംസ്ഥാന ബി.ജെ.പിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന അഴിമതിയെക്കുറിച്ച് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിന് ലഭിച്ച പരാതി വെറും ആരോപണം മാത്രമല്ലെന്ന് തെളിയുകയാണ്. പ്രവർത്തകരെ, അനുഭാവികളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയ്ക്കായി എത്തിയപ്പോൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാനായി നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയ കട്ടൗട്ടിനെ കുറിച്ച്. ഈ കട്ടൗട്ട് വാങ്ങിയതിന്റെ പേരിൽ എങ്ങനെ അഴിമതി നടന്നുവെന്ന് ഈ ശബ്ദരേഖ കേട്ടാൽ മനസ്സിലാക്കും. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ഒരു സംസ്ഥാന നേതാവാണ് എങ്ങനെ പാർട്ടിയുടെ പണം വെട്ടിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുന്നത്. പിന്നെ മറ്റത് 8,000 പീസ് അടിക്കണം, ഡൈക്കട്ട്. അതിൽ പാതി നമുക്കും പാതി അവർക്കും, 8 രൂപ അവർക്കും 8 രൂപ നമുക്കും. 8,000 പീസ് മറ്റേ ഡൈക്കട്ട് അടി, ഡൈ അല്ലാത്ത മറ്റേ സ്ക്വയർ ഇല്ലടാ. 8,000 പീസ്, അതായത് 10-12 ലക്ഷം രൂപ. 8 രൂപ നമുക്ക് 8 രൂപ വരും. ആ രീതിയിൽ ബില്ല് ചെയ്യണേ. മറ്റേ സ്ക്വയർ ബോർഡിന്റെ ബില്ല് റെഡി ആയിക്കോളേ. അത് അടിക്കണമെങ്കിൽ അപ്പോഴേ ഞാൻ പറയും. ഇതിന്റെ ബില്ല് 3 ഇൻവോയ്സ് അന്ന് കൊടുത്താലും ഓർമ്മയുണ്ടോ? അതിൽ ഏറ്റവും കുറഞ്ഞ ഇൻവോയ്സും കൂടെ വെച്ച് റെഡിയാക്കി പോയി. തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പിയിൽ നടന്ന അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ ശബ്ദരേഖ. കമ്മീഷൻ മാത്രമല്ല, ചെയ്യാത്ത പ്രവൃത്തിയുടെ പേരിലും പണം അടിച്ചു മാറ്റിയെന്ന് ഈ ശബ്ദരേഖയും ബില്ലും വ്യക്തമാക്കുന്നു. എല്ലാം തെളിവായി അന്വേഷിക്കുന്ന അച്ചടക്ക സമിതിയുടെ മുന്നിലുമെത്തി. ഈ നേതാവിനെ കുറിച്ച് BL സന്തോഷിന് ലഭിച്ച പരാതിയിൽ പറയുന്നുണ്ട്. കട്ടൗട്ട് പ്രിന്റിംഗ് ഇടപാടിൽ 2 പബ്ലിസിറ്റി ഇൻചാർജുമാർ 5 ലക്ഷം രൂപ കമ്മീഷൻ കൈപ്പറ്റിയ കാര്യം. ശബ്ദരേഖയിൽ നേതാവ് അടിച്ചുമാറ്റാനായി ഒപ്പിച്ചെടുത്ത 8 ലക്ഷം രൂപയുടെ ബില്ലുമുണ്ട്. ഒരു കട്ടൗട്ട് 175 രൂപ വീതം 6,000 കട്ടൗട്ട് നിർമ്മിക്കാമെന്ന് ചുമതലപ്പെട്ട ബി.ജെ.പി നേതാക്കളെ കട്ടൗട്ട് പ്രവർത്തികളെ ഏൽപ്പിച്ച സ്ഥാപനം അറിയിച്ചിരുന്നു. എന്നാൽ ഒരു കട്ടൗട്ടിന് 310 രൂപ, 285 രൂപ, 265 രൂപ എന്നീ നിരക്കിട്ട് 3 കമ്പനികളുടെ പേരിൽ ചുമതലപ്പെട്ടവർ കൊട്ടേഷൻ വാങ്ങി. ഇതിൽ കുറഞ്ഞ നിരക്കായ 265 രൂപ നിർദ്ദേശിച്ച സ്ഥാപനത്തിനാണ് പ്രവൃത്തി നൽകിയത്. ഈ സ്ഥാപനമാണ് 175 രൂപയ്ക്ക് കട്ടൗട്ട് നിർമ്മിക്കാമെന്ന് ആദ്യം നിർദ്ദേശിച്ചത്. അതായത് ബി.ജെ.പിയുടെ വേലി തന്നെ വിളവ് തിന്നുകയായിരുന്നു. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്നവർ അഴിമതി കാട്ടിയെന്ന് മാത്രമല്ല, അഴിമതി പണം കൂടുതൽ കിട്ടാൻ ആക്രാന്തവും കാട്ടി. ക്യാമറമാൻ രതീഷ് വെൺപകലിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.